ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പിറവിക്കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇരുളടഞ്ഞ ലോകത്തിൽ പ്രകാശമായി വന്നുദിച്ച ലോകരക്ഷകനായ ഈശോയുടെ ജനന തിരുനാൾ ആഘോഷിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടുന്ന പുണ്യകാലത്തിലൂടെ നാം കടന്നുപോകുന്നു. ഈ നാളുകളിൽ ഈശോയുടെ പിറവിയെപ്പറ്റി ഒത്തിരിയേറെ സന്ദേശങ്ങൾ കേൾക്കുകയും പറയുകയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നാം. സന്ദേശങ്ങൾ എപ്പോഴും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നു. തിരുവചനത്തിൽ സ്വർഗം പകർന്ന സന്ദേശങ്ങൾ ഹൃദയത്തിലേറ്റി ജീവിതത്തെ മുന്നോട്ട് നയിച്ച അനേകരെ നാം കണ്ടുമുട്ടുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ലോകരക്ഷകൻ്റെ ദൈവപുത്രൻ്റെ ജനനത്തെപ്പറ്റി സ്വർഗത്തിൻ്റെ സന്ദേശം ലഭിച്ച ഒരു കൂട്ടം പാവപ്പെട്ട ആട്ടിടയന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ബേത്ലഹേമിലെ വയലുകളിൽ തണുപ്പുള്ള രാത്രികളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരായിരുന്നു അവർ. വിനീതരായ എളിയരായ ഈ ആട്ടിടയന്മാർക്കാണ് രക്ഷകന്റെ ജന്മവൃത്താന്തത്തിൻ്റെ സന്ദേശം ആദ്യം ലഭിക്കുന്നത്. സമൂഹത്തിൽ സ്ഥാനമോ കുലമഹിമയോ ഇല്ലാത്തവരായിരുന്നു ഇടയന്മാർ. ചുങ്കക്കാരോടും പാപികളോടുമൊപ്പമാണ് അവർ ഗണിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ സമൂഹത്തിൽ നിന്ദിതരും അവഹേളിതരുമായവരെയാണ് യേശുവിൻ്റെ ജനനവാർത്ത ആദ്യം അറിയിക്കാൻ ദൈവം തിരുമനസ്സായത്. സമൂഹത്തിലെ കുലീനരിലും പ്രശസ്തരിലുമൊന്നുമല്ല ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക. നിന്ദിതരിലും നിരാശ്രയരിലൂടെയുമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുക. തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു എന്ന്. ദൈവമഹത്വം മുഖാഭിമുഖം ദർശിച്ച ആട്ടിടയന്മാർ ഭയപ്പെട്ടു. അവരുടെ ഹൃദയം ജ്വലിച്ചു. ദൈവാനുഭവത്തിൻ്റെ ദൈവ ഐക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർ ഉയർന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദൈവദൂതൻ അവരെ അറിയിച്ചു. ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നുവെന്ന് ദൂതൻ അവരോട് പറഞ്ഞു. പിള്ളക്കച്ചക കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന ഒരടയാളവും ദൂതൻ അവർക്ക് നൽകി. പിന്നീട് ദൈവിക ദർശനത്തിൻ്റെ പരമോന്നതാവസ്ഥയിലേക്ക് ദൈവം എളിയവരായ ആട്ടിടയന്മാരെ നയിക്കുന്നു. ഒരു വ്യൂഹം, സ്വർഗീയ സൈന്യം തന്നെ പ്രത്യക്ഷപ്പെട്ട് മനോഹരമായ ദൈവസ്തുതി പാടി. സ്വർഗീയമായ ആ മനോഹര ഗാനവും കൺകുളിർക്കുന്ന അത്യത്ഭുതമായ കാഴ്ചയും അവരുടെ ഹൃദയങ്ങളെ സ്വർഗത്തോളം ഉയർത്തി. സ്വർഗീയ ദർശനവും ദൂതൻ്റെ സന്ദേശവും ലഭിച്ച ആട്ടിടയർ ആ സ്വർഗീയ ലഹരിയിൽ ലയിച്ചു. ഉള്ളിനുള്ളിലെ ജ്വലനവും തീയും പേറിക്കൊണ്ട് അവർ ഉടൻ തന്നെ ഒട്ടും താമസിക്കാതെ ബെത്ലഹേമിലേക്ക് പോകുന്നു. ദൈവാനുഭവം ലഭിച്ചവർ എപ്പോഴും ദൈവത്തെ അനുസരിക്കുന്നതിൽ തിടുക്കമുള്ളവരായിരിക്കും. ദൈവഹിതം നിറവേറ്റുന്നതിൽ അവർ വെള്ളം ചേർക്കുകയുമില്ല. തിരുവചനത്തിൽ നാം വായിക്കുന്നു: അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു എന്നും ശിശുവിനെപ്പറ്റി മറ്റുള്ളവരെയെല്ലാം അറിയിച്ചുവെന്നും. തങ്ങൾക്ക് ലഭിച്ച ദൈവാനുഭവത്തെ, ക്രിസ്താനുഭവത്തെ പങ്കുവയ്ക്കുന്ന, പ്രഘോഷിക്കുന്ന പാവപ്പെട്ട ആട്ടിടയന്മാരെ നമുക്കിവിടെ കാണാം. ആത്മീയ വളർച്ചയുടെ പാഠപുസ്തകമാണ് ദൈവത്തിൻ്റെ എളിയവരായ ഈ ആട്ടിടയന്മാർ. ദൈവിക സന്ദേശം സ്വീകരിച്ച് അനുസരിച്ച് പ്രഘോഷിക്കുന്ന സാക്ഷ്യത്തിൻ്റെ അടയാളങ്ങളാണിവർ. ആട്ടിടയന്മാരുടെ ജീവിതം ഈ ക്രിസ്തുമസ് കാലത്ത് നമുക്ക് പ്രചോദനമാകട്ടെ. ഹൃദയത്തിൻ്റെ താഴ്മയിൽ നമുക്ക് വളരാം. ദൈവികമായ വരങ്ങൾക്കും ദാനങ്ങൾക്കും ഉന്നതമായ അഭിഷേകത്തിനുമായി ത്യാഗത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാഭിഷേകത്തിൽ ദൈവഹിതം മാത്രം ചെയ്യുന്നവരായി, അനേകരിലേക്ക് ദൈവിക ചൈതന്യം പകർന്നു നൽകുന്നവരായി, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അടയാളങ്ങളായി മാറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഉണ്ണീശോയുടെ ജനന തിരുനാൾ ആശംസകൾ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings.
and a